നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. നമ്മളൊരു ചക്ക ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാവിൽ നമ്മളൊരു വലിയ ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക നമുക്ക് കുറച്ചെടുത്തൊന്ന് കുഴയ്ക്കാം, കുറച്ച് നമുക്ക് വറക്കാവും നോക്കാം. ഇന്ന് സമയമില്ല, മറ്റേന്നാൾ പോകുന്നത് കൊണ്ട് ജോലിയൊന്നും നടന്നിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്നും വെച്ച് ഇരിക്കുക. ഇപ്പം ഞാൻ ഈ ചക്കയൊന്ന് മുറിക്കാനുള്ള ഒരു ചാക്കെടുത്തുകൊണ്ട് പോകാം. അപ്പം ഞാൻ ഇവിടെ ഒരു ചാക്ക് വെച്ചിട്ട് നമ്മുടെ മേലോട്ട് കയറിക്കൊന്ന് സീഡി. അപ്പം ഞാൻ ആ ചാക്ക് നമുക്കതൊന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ ഇത് ഈ ടാങ്കുണ്ട്, അതിൻ്റെ മണ്ടയ്ക്കിട്ട് നമുക്കിത് വെക്കാം. വെച്ചിട്ട് നമുക്കിതൊന്ന് വെട്ടിക്കുക. അപ്പം നമ്മുടെ ചക്ക നമുക്കൊന്ന് മുറിക്കും. വിളഞ്ഞതൊക്കെയാ ഒരു തുണിയാനല്ല. നമുക്കാണെങ്കിൽ ഇച്ചിരി എണ്ണ എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചക്ക നമ്മൾ കീറി ഒന്ന് എടുക്കാം. ചക്ക മുറിക്കുന്ന കാര്യം ഭയങ്കര പാടുള്ള കാര്യം. എനിക്ക് ശരിക്കും ചക്ക മുറിക്കാൻ അറിയത്തുള്ളൂ. നമുക്ക് ഈ ചക്കയൊന്ന് മുറിച്ച് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ചക്കയെല്ലാം കൊടുത്തു. ഇത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ ഇച്ചിരി ചക്കയുണ്ട്, അത് പോവുക. അപ്പം നമ്മൾ ചക്ക കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. എടുത്ത് അപ്പുറത്ത് നമുക്ക് അകത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് അരിയും. അപ്പം നമ്മുടെ ചക്കയെല്ലാം ഞാൻ അരിഞ്ഞ് കീറി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കൂട്ടാൻ വെക്കാനുള്ള പരുവത്തിനുള്ള എടുക്കുക. അപ്പം നമുക്ക് ഈ ചക്കയെല്ലാം ഒന്ന് വെട്ടിക്കണ്ടിച്ചിട്ട് നമ്മുടെ പിച്ചാത്തി ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം മണ്ടയൊന്ന് ചെത്തി നമുക്ക് പിച്ചാത്തി വെച്ചാൽ കണ്ടിക്കാനിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെട്ടോത്തി ഒന്ന് എടുത്തൊന്ന് നമുക്ക് ഇതെല്ലാത്തിൻ്റെ മുന്നിൽ ഒന്ന് ചെത്തി നമുക്ക് വെക്കാം. ഭയങ്കര ചൂടാണ്. അപ്പം ഇതിനെല്ലാം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ടിച്ച്. പക്ഷേ പിച്ചാത്തി ഇതൊന്നുകൂടെ നല്ല. ഞാൻ പിച്ചാത്തി എടുത്തുകൊണ്ട് കിട്ടും. പിച്ചാത്തി ആകുമ്പോൾ നമുക്ക് ഈ ചുളയെല്ലാം ഒന്ന് പൊളിച്ചിടാം. ജോലി നമുക്ക് താഴെ ഇരുന്നിട്ട് എണ്ണിക്കാൻ വയ്യ. അപ്പം നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് നമ്മൾ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചുളയെല്ലാം ഒന്ന് പറിച്ചിതിനകത്തോട്ടിടാം. ഒരു നല്ല നല്ല അടിപൊളി ചക്ക. അതിന് നമ്മൾ ഒരു കാര്യം ഇച്ചിരൂടെ നമുക്കിതിൻ്റെ കുറച്ച് ഈ മണ്ടയും കൂടെ ഒന്ന് ചെത്തി പിച്ചാത്തി ആകുമ്പോൾ നന്നായിട്ട് മൂടി. നമ്മുടെ വീട്ടിനകത്ത് നമ്മളൊരു ചാക്കയിലോട്ടാണ് എടുത്ത് വെച്ച്. ഈ ചക്കയെല്ലാം ഒന്ന് അടത്തിയിടാം.
ചക്ക പറിക്കുന്നുണ്ടോ വർത്താനമൊന്നും പറയാനേ. ഇത് ഒരെണ്ണം തെറിച്ചാൽ മതി. ഇത് നമുക്ക് ചക്ക ഉച്ചയ്ക്ക് നമുക്ക് ഇച്ചിരി എരിശ്ശേരി വെക്കാം. അതിന് വേണ്ടിയാണ് ചക്ക എരിശ്ശേരി വെക്കത്തില്ല. അതിന് വേണ്ടി നമ്മൾ ചുള മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാതെ അരി നമുക്ക് ഒക്കുവാണെങ്കിൽ നോക്കട്ടെ, സമയമില്ല. അതുകൊണ്ട് അവർ ചക്ക ഇട്ടുകൊണ്ട് വന്ന് ഇത് പക്ഷെ വറക്കാൻ കൊള്ളാവുന്ന ചക്കയില്ല, വേറൊരു ചക്ക ഇട്ടുകൊണ്ട് വരാം. ഇട്ടുകൊണ്ട് വന്ന് നമുക്ക് അത് സമയമുണ്ടെങ്കിൽ വറക്കാൻ നോക്കാം. ഇത്രയും പക്ഷെ നമുക്ക് ഒക്കുമെന്നറിയത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇതുവല്ല ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യണം. അതുകൊണ്ട് അനിയത്തി അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സഹായിക്കും. ഇപ്പം ആരും നമ്മൾ പോകുന്ന ധൃതി, അതുകൊണ്ട് ഒരു പണിയും നടക്കട്ടെ. ഭയങ്കര പാടായി ചക്ക നിനക്കേടാ. ഈ ചക്കയെല്ലാം ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കും. നമ്മുടെ ചക്ക ഞാൻ മുക്കാലും എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഇത്രയും ചക്ക ഇതും കൂടെ. അപ്പം വീഡിയോ ഒത്തിരി വലുതാകുന്നതുകൊണ്ട് നമുക്കിത് ചക്ക പിന്നെ ഇതും കൂടെ കുഴയ്ക്കുന്നതും കൂടെ എരിശ്ശേരി വെക്കുന്നതും കൂടെ കാണിക്കാൻ ഇതിൽ പറ്റത്തില്ല. അപ്പം ഞാൻ അത് തന്നെ ഒരു ഷോർട്ട്സായിട്ടിടുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുക ഈ ചക്ക. ഇപ്പം നമ്മൾ ചക്ക ഈ പൊളിച്ചെല്ലാം എടുത്ത് ഇനി ഇതെല്ലാം അരിയണം. അരിഞ്ഞ് എല്ലാം എടുത്ത് വെക്കുന്നിടം വരെ നമ്മൾ അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരു 15 മിനിറ്റെങ്കിലും അപ്പം നമ്മൾ അത്രയൊന്നും ആരും കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ഷോർട്ട്സ് അല്ലേ. പിന്നെ ഞാൻ ഈ ചക്കയായതുകൊണ്ട് അങ്ങ് കാണിച്ചെന്നേ. അപ്പം നാട്ടിൽ ചക്കയുടെ സമയം ഇഷ്ടം പോലെ ചക്കയുണ്ട്. ചെയ്യാൻ നമുക്ക് നമ്മൾ ഡൽഹിയിലൊക്കെയാണ് എത്ര വിലയാണെന്നറിയാമോ. നമുക്കിവിടെ വേണ്ട, ആർക്കും വേണ്ട ചക്കയൊന്നും. പിന്നെ നമ്മളിവിടെ നിൽക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ചക്കയ്ക്കൊക്കെ കൊതി കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ അനിയത്തിയൊന്നും എടുക്കത്തേ ഇതൊക്കെ. ഞാനിപ്പോൾ ഇച്ചിരി എരിശ്ശേരി വെക്കാം. ഇന്നലെ ചോറൊക്കെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പം പിന്നെ വിചാരിച്ചു ഇച്ചിരി ചക്ക എരിശ്ശേരിയും കൂടെ വെക്കാം എന്നും പറഞ്ഞ് ചക്ക ഞാൻ പൊളിച്ചത്. ഇതിനി അരിഞ്ഞൊക്കെ എടുത്ത് എല്ലാം വരുമ്പോൾ ഒത്തിരി സമയമാവും. അതും ഒറ്റയ്ക്ക് വേണ്ട എല്ലാം ചെയ്യാൻ. അപ്പം ടൈമിങ് ഒത്തിരി. നമ്മളതെല്ലാം ഒന്നും ഞാൻ പൊളിച്ച് അരിഞ്ഞല്ല, ഇനി എല്ലാം പൊളിച്ച് ഞാൻ മുറത്തിനകത്തോട്ട് ചക്ക എല്ലാം ഇട്ടു. ഇനി നമുക്കതൊന്ന് അരിഞ്ഞിട്ട് എരിശ്ശേരി വെക്കുന്ന ആ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ടിടുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണേ കേട്ടോ. ഷോർട്ട്സ് ആയാലും കാണാൻ പറ്റും. അപ്പോൾ എന്നെയൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഞാൻ എല്ലാവരും നമ്മളീ പുതിയ തുടക്കക്കാരല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് കര കയറട്ടെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നമുക്കറിയാവുന്ന പോലൊക്കെ ഒത്തിരിയും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ. നമ്മളൊക്കെ തന്നെ നമുക്ക് ഈ പ്രായമായി നമുക്കിതൊക്കെ ഇതിൻ്റെ ഒന്നും അറിയത്തില്ല. പിന്നെ ഓരോരുത്തരും കാണിച്ചു തരുന്നതൊക്കെ കണ്ട് നമ്മളെ ഇച്ചിരൊക്കെ ഇടാൻ തന്നെ ആയാലും ഇടാൻ പഠിച്ചാലേ നമ്മൾ അതിനൊക്കെ ആളിനെയൊക്കെ വെക്കണം. നമുക്ക് ഇതിൽ നിന്നും ഒരു വരുമാനമൊന്നും നമുക്കില്ലല്ലോ. അതുപോലെ നമുക്ക് ആരെയും നമ്മളേത് ആൾക്കാരെ ചെന്ന് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ചുള മൊത്തം കുറച്ച് ഇത്രയും ചുള കിട്ടും. അപ്പം ഇതിനി അരിഞ്ഞ് നല്ല ഇതാക്കി നമുക്ക് എരിശ്ശേരിക്കുള്ള ടൈം. അപ്പം ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇനി ഒരു ചക്ക ഒക്കുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് വന്ന് വൈകിട്ട് ഞാൻ വറക്കുന്നത് കാണിക്കാൻ. സമയമില്ലാത്തതുകൊണ്ട് ചെയ്യണമെന്നില്ല, ചിലപ്പം ചെയ്തേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ എരിശ്ശേരിക്കുള്ള എല്ലാം അരിഞ്ഞെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്യണം. പിന്നെ ഇതെല്ലാം ഇവിടെ എല്ലാം സാഫാക്കണം. അങ്ങനെയൊക്കെ ജോലികൾ കിടക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒത്തിരി ടൈമിങ് ആയി. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.